അമേരിക്കയുടെ താരിഫിൻ്റെ മുമ്പിൽ മുട്ടുകുത്തില്ല എന്ന് ഇന്ത്യ എന്നല്ല, അമേരിക്കയ്ക്ക് കണ്ടുകൂടാത്ത പല രാജ്യങ്ങളും ഉണ്ടായിരിക്കാം. അവരൊക്കെ ശക്തമായി മറ്റ് ബദൽ വഴികൾ എടുത്താൽ തീരാവുന്ന അഹങ്കാരമേ ട്രംപിനിപ്പോൾ ഉള്ളൂ. ട്രംപ് വിചാരിക്കുന്നത് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൈവശമാണ്. അദ്ദേഹം വിചാരിച്ചാൽ ലോക വ്യാപാരത്തെ മൊത്തത്തിൽ അങ്ങ് നിയന്ത്രിക്കാം, പല രാജ്യങ്ങളെയും വ്യാപാരപരമായി തകർത്ത് കളയാം എന്നൊക്കെയാണ്. മറ്റ് പോംവഴികളുണ്ട് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ചേർന്ന്. നേരത്തെ നമുക്കറിയാം, പാകിസ്ഥാനിലെ സൈനിക മേധാവിയായ അസിം മുനീറിനെ പരവതാനി വിരിച്ച് അദ്ദേഹത്തിന് വിരുന്നൊരുക്കിയ സംഭവം, അത് ഒരുപക്ഷെ ഇന്ത്യയെ വ്രണപ്പെടുത്തിയതുപോലെ മറ്റൊരു രാജ്യത്തെയും വ്രണപ്പെടുത്തിയിട്ടില്ല. അത്രയേറെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ നോക്കി കൊഞ്ഞനം കുത്തി കാണിച്ചിരിക്കുക. ട്രംപ് മൈ ട്രൂ ഫ്രണ്ട് എന്നൊക്കെ തട്ടിവിടുന്ന നരേന്ദ്രമോദി യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പല കാര്യത്തിലും മോദിയുടെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ പിന്നോട്ട് വലിച്ചു എന്നുള്ളതാണ്. 2004 മുതൽ 2014 വരെ ഇത്തരത്തിൽ ഒരു സംഗതി ഇന്ത്യക്കാരറിഞ്ഞതേയില്ല. കാരണം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. അദ്ദേഹം ഒരു അൺസങ് ഹീറോയാണ്. ആരും അദ്ദേഹത്തിനെ പുകഴ്ത്തി പറയാറില്ല. അദ്ദേഹത്തിന് ആരുടെയും പുകഴ്ത്തൽ വേണ്ട. കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് അല്ലെങ്കിൽ വളഞ്ഞ വഴിയിലൂടെ അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു ദുരാഗ്രഹിയൊന്നുമല്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന UPA സർക്കാർ കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം, അല്ലെങ്കിൽ UPA എന്ന ഈ മുന്നണി സംവിധാനത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളതാണ്. അത് അദ്ദേഹം ഭംഗിയായി നിറവേറ്റി. അന്താരാഷ്ട്ര ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നരേന്ദ്രമോദിക്കായി എന്നൊക്കെ പറഞ്ഞ് തട്ടിവിടുന്ന BJP മനസ്സിലാക്കേണ്ടത് ട്രംപ് എന്തുമാത്രം നരേന്ദ്രമോദിയെ പറ്റിച്ചു. അതുവഴി ഇന്ത്യക്കാരെ, കോടിക്കണക്കിന് ഇന്ത്യക്കാരെ വ്യാപാരപരമായി തകർത്ത് കളയാനുള്ള ട്രംപിൻ്റെ കുരുട്ട് ബുദ്ധി, അതിനെതിരെയുള്ള നീക്കമാണിപ്പോൾ നടക്കുന്നത്. അത് കേന്ദ്ര സർക്കാർ ഏത് രീതിയിൽ പരിഹരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയാസ്പദമായിരുന്നെങ്കിൽ പോലും അതിനൊരു സൊല്യൂഷനുമായി റഷ്യയും ഇറാനും ഒക്കെ രംഗത്ത് വരികയാണ്. ചൈനയുമായി നമുക്ക് ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളലുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ റഷ്യയെ ഏത് കാലത്തും നമുക്ക് വിശ്വസിക്കാൻ പറ്റും. കാരണം അത്രയേറെ റഷ്യ നമ്മളോടൊപ്പം അടുപ്പം കാണിക്കുക മാത്രമല്ല, ആപത്ഘട്ടത്തിലൊക്കെ സഹായഹസ്തവുമായി എത്തിയിട്ടുണ്ട്. ഇന്ത്യ തിരിച്ചും സഹായം ചെയ്തിട്ടുണ്ട്. ഉക്രൈനുമായി ബന്ധപ്പെട്ട യുദ്ധം മൂർച്ഛിച്ച് നിൽക്കുമ്പോൾ റഷ്യൻ എണ്ണ വാങ്ങരുത് എന്ന യൂറോപ്യൻ യൂണിയൻ്റെയും അമേരിക്കയുടെയും ശക്തമായ നിബന്ധനകളെ പൊളിച്ചെഴുതിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയത്. ഇപ്പോഴിതാ ട്രംപിൻ്റെ താരിഫ് നയങ്ങളെ പുല്ലുവില കൊടുത്ത് റഷ്യയുടെ എണ്ണയും മറ്റ് അസംസ്കൃത വസ്തുക്കളും വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം, ലോകരാജ്യങ്ങൾ അതിനെ ഒരു ധീരോദാത്തമായ തീരുമാനമെന്ന് തന്നെയാണ് പറയുന്നത്. യൂറോപ്യൻ യൂണിയന് പ്രത്യക്ഷത്തിൽ റഷ്യയുമായി എതിർപ്പുണ്ടെങ്കിലും യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങൾ, ഫ്രാൻസ് അടക്കമുള്ള ചില രാജ്യങ്ങൾ റഷ്യയോട് മയപ്പെട്ട നിലപാട് സൂക്ഷിക്കുന്നതിന് കാരണം റഷ്യയുടെ നിലപാടുകളിൽ ഈ മയപ്പെടുത്തൽ ഉണ്ടാകേണ്ടത് മറ്റ് പല ബാന്ധവങ്ങളിലേക്കും കൈകൊടുക്കൽ തന്നെയാണെന്ന് അവർക്കറിയാവുന്നത് കൊണ്ടാണ്.